തൃശ്ശൂരിൽ ചില മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. കയ്പമംഗലം, മണലൂര്, അതുപോലെ ചാലക്കുടി, ഇങ്ങനെ നിരവധി മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ വേണം. നടരാജ് പരശുറാമിനെ വേണം. അത് ആലപ്പുഴയിലേക്ക് നോക്കൂ. ആലപ്പുഴയിൽ ജി സുധാകരൻ എഫക്ട് നമുക്ക് കാണാം. ജി സുധാകരൻ എഫക്ട് മിക്ക മണ്ഡലങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. കോട്ടയത്ത് സമ്പൂർണ്ണാധിപത്യമാണ്. വൈക്കത്ത് 61 വോട്ടിന് UDF മുന്നിൽ. നിഷാദ്, വൈക്കത്ത് 61 വോട്ടിന് മുന്നിൽ. നടരാജ് പരശുറാം തൃശ്ശൂരിലെ വിവരങ്ങളാക്കാൻ. നടരാജ്, ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത്? പല സ്ഥലങ്ങളിലും UDF ലീഡ് ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിലും LDFും അവരുടെ ലീഡ് ഉയർത്തിയിട്ടുണ്ട്. ചേരക്കരയിൽ LDF, കുന്നംകുളത്ത് LDF, ഗുരുവായൂരിൽ പക്ഷേ CH റഷീദാണ് ലീഡ് ചെയ്യുന്നത്. മണലൂരിൽ C രവീന്ദ്രനാഥ് ഇപ്പോൾ ലീഡുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ലീഡും രവീന്ദ്രനാഥും TM പ്രതാപനും തമ്മിൽ മാറി മാറി വരികയാണ്. വടക്കാഞ്ചേരിയിൽ സേവ്യർ ചിറ്റപ്പള്ളി തന്നെയാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ഒലൂരിൽ മന്ത്രി K രാജൻ 5000-ലധികം വോട്ടിന് ലീഡുണ്ട്. തൃശ്ശൂരിൽ രാജൻ പലന്റെ ലീഡ് 12,000 കടന്നിരിക്കുകയാണ്. അവിടെ ഇനി അധികം ചോദ്യങ്ങളില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. നാട്ടികയിൽ ഗീതാഗോപി ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. കയ്പമംഗലത്ത് KK വത്സരാജിന് നേരിയ ലീഡാണുള്ളത്. ഇടയ്ക്ക് TM നാസർ UDF സ്ഥാനാർത്ഥി ലീഡ് വന്നു പോവുകയാണ്. ഇരിങ്ങാലക്കുടിയിൽ തോമസ് ഉണ്ണിയാടൻ തുടക്കം മുതൽ തന്നെ ലീഡ് നിലനിർത്തുകയാണ്. അതുകൊണ്ട് തന്നെ ബിന്ദു ടീച്ചർ ഏതാണ്ട് തോൽവിയിലേക്ക് പോവുകയാണ് നമുക്ക് വിലയിരുത്തേണ്ടി വരും. പുതുക്കാടും LDF ജയിക്കുമ്പോൾ ചാലക്കുടിയിൽ UDF സ്ഥാനാർത്ഥിക്ക് മികച്ച ലീഡുണ്ട്. കൊടുങ്ങല്ലൂരിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ OJ ജലീഷ് തുടർച്ചയായി ലീഡ് നിലനിർത്തിയിരിക്കുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ ഇപ്പോൾ തൃശ്ശൂരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഗുരുവായൂര്, മണലൂര്, കയ്പമംഗലം പോലുള്ള മണ്ഡലങ്ങളിലാണ്. അത് എങ്ങോട്ട് തിരിയുമെന്ന് ഇപ്പോൾ പറയാറായിട്ടില്ല.